തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾ നീന്തിക്കയറി. അല്പസമയം മുമ്പാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, അല്പസമയം മുമ്പാണ് ദുരന്തമുണ്ടായത്, ഒരു അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും മുതലപ്പുഴയിൽ സമാന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത കൂടി ഉണ്ട് ഇതിൽ. കാരണം 3 തൊഴിലാളികളും രക്ഷപ്പെട്ടു, അവർ നീന്തി കയറുകയുണ്ടായി. എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന ഈ ഒരു അപകടങ്ങൾ അല്പം ആശങ്ക ജനിപ്പിക്കുന്നതുമാണല്ലേ? തീർച്ചയായും കേൾക്കി. അല്പം മുമ്പാണ് തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ 3 പേർ കരയിലേക്ക് നീന്തി കയറിയത്. ഇന്നലെ രാത്രി തീരത്തു നിന്നും മീൻ പിടിക്കാൻ പോയ വള്ളം തിരികെ വരുന്ന സമയത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് തുടർച്ചയായി ഇന്ന് 2 ദിവസത്തിനുള്ളിൽ 4ാമത്തെ വള്ളമാണ് ഇത്തരത്തിൽ മറിയുന്നത്. ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇന്നലെ 3 വള്ളമാണ് സമാനമായ രീതിയിൽ ഈ മുതലപ്പുഴ തീരത്ത് അപകടത്തിൽപ്പെട്ടത്. ഇന്നും അതുപോലെ തന്നെ തീരത്തേക്ക് തിരികെ വരികയായിരുന്ന വള്ളം അതിശക്തമായ തിരയിൽപ്പെട്ട് പുലിമുട്ടിൽ വന്നിരിക്കുകയായിരുന്നു. തുടർന്ന് വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ കരയിലേക്ക് നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്തത്. വള്ളത്തിലുണ്ടായിരുന്ന മീനും അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശമാകെ ദുരിതം അനുഭവിക്കുമ്പോഴാണ് മുതലപ്പുഴയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. പക്ഷേ ഈ മുതലപ്പുഴ തീരത്ത് ഇതുവരെ കൂടുതൽ കോസ്റ്റ് ഗാർഡിനെ നിയമിക്കുന്നതിലോ അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിലോ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകാനും കാരണം. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കടലിൽ വീണ മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ടിൻഡു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിലും അപകടം തുടർക്കഥയാകുന്നത് വലിയ ഭീതി ഉണ്ടാക്കുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ദുരന്തത്തിൽ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും അധികൃതർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല, വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യങ്ങൾ അവഗണിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർക്കഥയാണ് ആവർത്തിക്കുന്നത് അല്ലേ? തീർച്ചയായും JP സൂചിപ്പിച്ചതുപോലെ അത് അത്തരത്തിലൊരു തുടർക്കഥ തന്നെയാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് പുതുക്കുറിച്ചിയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ 3 പേർ മരണപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ വീടിനും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഫയലിലൊതുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ തീരത്ത് കാണാൻ സാധിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ തന്നെ നേരിട്ട് ഈ ദുരിതബാധിത പ്രദേശങ്ങളിലെത്തി ഇത്തരത്തിലുള്ള അപകട മുനമ്പുകളിൽ അടയാള സൂചകങ്ങൾ സ്ഥാപിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടാകാൻ കാരണമാകുന്ന അടിക്കടിക്ക് ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ കാരണമാകുന്ന മണൽത്തിട്ട കോരി ഈ പ്രദേശത്ത് ആഴം കൂട്ടുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പലപ്പോഴും കരാർ കമ്പനിയായ വിഴിഞ്ഞം പോർട്ടിന്റെ തലയിൽ വെച്ച് സംസ്ഥാന സർക്കാർ തടി ഊർന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കരാർ കമ്പനിയാണ് ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് നടത്താത്തത്. ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നും ബാധ്യതയൊന്നും ഇല്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. മൺസൂൺ സമയത്താണ് കടലിൽ തിട്ട രൂപപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടായ മാറ്റം കടലിൽ നേരത്തെ തന്നെ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ഈ തിട്ടയിൽ ഇടിച്ചാണ് പലപ്പോഴും വള്ളം പുലിമുട്ടിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ ഈ പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുന്ന സമയത്ത് വള്ളം തടയാനായി ഫൈബർ വലകൾ പുലിമുട്ടിൽ സ്ഥാപിക്കുമെന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ് ഒതുങ്ങിയത്. എന്തായാലും ഇന്ന് ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് 2 ദിവസത്തിനുള്ളിൽ 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ വള്ളം മറിയുന്നത്. ഇന്നലെ 2ാമത്തെ തവണ മറിഞ്ഞ വള്ളത്തിലുണ്ടായിരുന്ന ഔസേപ്പ് എന്ന വ്യക്തിക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇന്നോടുകൂടി ഉണ്ടായ അപകടത്തിൽ ഏതാണ്ട് 8ഓളം പേരാണ് സമാനമായ രീതിയിൽ കടലിൽ നിന്നും നീന്തി രക്ഷപ്പെട്ടത്. KP ശരി, ടിൻഡു ദാസ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.